ശബരിമല സ്വർണ്ണ കൊള്ളയുടെ മുഖ്യ ആസൂത്രകനായിട്ടുള്ള എൻ വാസുവിനെ കയ്യാമം വെച്ചതിനാണ് ഇവിടെ വലിയ ചർച്ച. എനിക്ക് പറയാനുള്ളത്, എൻ വാസുവിന് കയ്യാമം മാത്രമല്ല, കാലിലും വിലങ്ങിട്ട് കൊണ്ടുപോകേണ്ട ഏറ്റവും വലിയ ദൈവദ്രോഹിയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് ഈ യോഗത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന്, ദൈവം നമുക്ക് അനുഗ്രഹിച്ചു തന്നിട്ടുള്ള മഴ, കാർമേഘങ്ങൾ. പ്രിയപ്പെട്ടവരെ, നല്ല കാഴ്ചപ്പാടുണ്ടെങ്കിൽ കേരളത്തിൽ മഴവെള്ള ഡോളറിന്റെ നാടാക്കി മാറ്റാൻ സാധിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ നോക്കൂ, ഗൾഫ് നാടുകൾ വെറും മരുഭൂമിയായിരുന്നു. അവിടെ വെറും കാരക്കയും മീനും കൊണ്ട് ജീവിച്ച ട്രൈബുകളായിരുന്നു ഗൾഫ് രാജ്യങ്ങൾ. അവർ രക്ഷപ്പെട്ടത് എങ്ങനെയാണ്? ആധുനിക ശാസ്ത്രം ഭൂമിക്കടിയിൽ പെട്രോൾ കണ്ടെത്തി, ക്രൂഡ് ഓയിൽ കണ്ടെത്തി. അങ്ങനെയാണ് ഗൾഫ് രാജ്യങ്ങൾ വികസിപ്പിച്ചത്. അങ്ങനെയാണ് അവർ സമ്പന്നമായത്. ദൈവം ആ നാടുകളിൽ ഭൂമിക്കടിയിൽ ക്രൂഡ് ഓയിലാണ് നൽകിയതെങ്കിൽ ഈശ്വരൻ നമുക്ക് ആകാശത്തേക്ക് കാർമേഘങ്ങൾ നൽകിയിരിക്കുന്നു. ആ കാർമേഘങ്ങളിൽ നിന്ന് പെയ്തിറങ്ങുന്ന മഴ മുഴുവൻ ഒലിച്ച് കടലിൽ പോയി ഉപ്പുവെള്ളമാകുന്നു. ആ മഴവെള്ളം സംഭരിക്കുകയാണെങ്കിൽ, അത് കുടിവെള്ളമായി മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരുപക്ഷെ പെട്രോൾ ഡോളറിനേക്കാൾ വലിയ, ഒരുപക്ഷെ കാർമേഘ ഡോളറിന്റെ അല്ലെങ്കിൽ കുടിവെള്ള ഡോളറിന്റെ നാടാക്കി ഈ കേരളത്തെ മാറ്റാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തെ പുനർനിർമ്മിക്കാൻ പോകുന്ന ഈ എൻഡിഎയുടെ ബിജെപിയുടെ കേരള വികസനം എന്ന കാഴ്ചപ്പാടിന്റെ 1-2 ആശയങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചത്. കൃത്യമായി നരേന്ദ്രമോദിയുടെ ടീമിന് കേരളത്തെ എങ്ങനെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് സംബന്ധിച്ച് കാഴ്ചപ്പാടുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ മഴവെള്ളം സംഭരിച്ച് അത് കുടിവെള്ളമാക്കി മാറ്റിയാണെങ്കിൽ പിണറായി വിജയനും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള 5 ലക്ഷത്തിന്റെ കടം 1 വർഷം കൊണ്ട് നമുക്ക് തീർത്തു മാറ്റാൻ സാധിക്കും. ഇതുപോലുള്ള ഒരു വികസിത കേരളത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുമായിട്ടാണ് നരേന്ദ്രമോദിയുടെ ടീം, രാജീവ് ചന്ദ്രശേഖരന്റെ ടീം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ മുന്നിൽ വന്നു നിൽക്കുന്നത് എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഇതാണ് നമ്മുടെ വികസന കാഴ്ചപ്പാട്. ഞാൻ മറ്റു രാഷ്ട്രീയ കാര്യങ്ങളെ കുറിച്ച് പറയുന്നില്ല. എന്താണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ജനങ്ങളുടെ മുന്നിൽ തത്തിക്കളിക്കുന്ന ഒരു മന്ത്രം എന്താണ്? സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രമാണ്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രമാണ് കേരളത്തിൽ എങ്ങും മുഴങ്ങിക്കേൾക്കുന്നത്. കാരണം ഈ കേരളത്തിലെ ജനമനസ്സുകൾ വലിയ ആശങ്കയിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഗൃഹസമ്പർക്ക പരിപാടിക്ക് പോയപ്പോൾ ഒരു വീട്ടമ്മ എന്നോട് പറഞ്ഞത്, മോനെ, താമരക്ക് വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവന്മാർ നമ്മുടെ അയ്യപ്പനെ തന്നെ കെട്ടുകൊണ്ടുപോകും, അതുകൊണ്ട് ഞങ്ങളുടെ വോട്ട് ഉറപ്പായിട്ടും ഇക്കുറി താമരക്കാണ് എന്ന് പറഞ്ഞു. ഇതാണ് അമ്മമാരുടെ ഏറ്റവും ലളിതമായ ഒരു തെരഞ്ഞെടുപ്പ് കാഴ്ചപ്പാട് എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ശബരിമല ആചാര ലംഘനത്തിന്റെ സന്ദർഭത്തിൽ ഈ കേരളത്തിലെ ഒരു മഹാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ ഞാനൊരു അഭ്യർത്ഥന ജനങ്ങൾക്ക് മുമ്പിൽ നടത്തിയിരുന്നു. പോളിംഗ് ബൂത്തിൽ ചെന്ന് ഇലക്ട്രോണിക് സെന്ററത്തിന്റെ മുന്നിൽ നിന്ന് ശബരിമല ശാസ്താവിനെ മനസ്സിൽ ധ്യാനിച്ച് പിണറായി വിജയനെ നെഞ്ഞരപ്പല നോക്കി കുത്തിക്കൊടുക്കണമെന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കേരളത്തിലെ വിശ്വാസികൾ പലരും അത് കേട്ടില്ല, അത് മുഖവിലക്കെടുത്തില്ല. അവർ പിണറായിക്ക് കുത്തിക്കൊടുത്തു. പിണറായിയും കൂട്ടാളികളും ഇപ്പോൾ സ്വർണം കലത്തുന്നു, സ്വർണം ചെമ്പാക്കി മാറ്റുന്നു. പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തരായ വാസുവും പത്മകുമാറും ഇപ്പോൾ ജയിലിൽ കിടന്ന് അവിടെ ഗോതമ്പ ഉണ്ട തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ്.